നമുക്കൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ആദ്യം ഒരു കടായി എടുക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 4-5 സബോള വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇതുപോലെ നന്നായി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ എണ്ണയിൽ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും 4 കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഒരു 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ചേരുവകൾ നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് ഒന്നുകൂടെ വഴറ്റി മാറ്റുക. അതിലേക്ക് ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഇത് നന്നായിട്ട് കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ചെമ്മീനിലേക്കുള്ള മസാല ഏതാണ്ട് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഓൾറെഡി കഴുകി മാറ്റി വെച്ച ചെമ്മീൻ അതിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് കുക്കാക്കുന്നത് നമ്മൾ റൈസിൻ്റെ കൂടെ ആയിരിക്കും. ഇനി മറ്റൊരു കടായിലോട്ട് കുറച്ച് നെയ്യ് ചൂടായതിന് ശേഷം 4 കഷ്ണം കറുവാപ്പട്ട, 2 കറുവയുടെ ഇല, 4 കഷ്ണം ഏലക്കായ, ഒരു താക്കോലം അതെല്ലാം ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് 4.5 ഗ്ലാസ് വെള്ളം ചേർക്കണം. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് തിളപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി വറുത്ത് കോരി വെച്ച സവാള അതിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ആഡ് ചെയ്ത് തിളപ്പിക്കണം. അതിലേക്ക് പിന്നീട് ആവശ്യത്തിന് കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് വേവിച്ചെടുക്കാം. 7-8 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം 75% കുക്ക് ഇതിനാവശ്യമുള്ളൂ. പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുന്നത് ദം ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇനി മസാല ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ എടുക്കുക. അതിലോട്ട് ലെയറുകളായി ഈ 75% വെന്ത റൈസ് ചേർത്ത് കൊടുക്കുക. വറുത്ത് കോരി മാറ്റി വെച്ച ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും അതുപോലെ മല്ലിയിലയും പുതിനയും ലെയറുകളായി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ എത്ര റൈസ് ഉണ്ടോ അത്രയും ലെയറുകളായി തിരിച്ച് സെറ്റ് ചെയ്യാം. ഇനി അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അത് കുക്ക് ചെയ്യണം. റൈസ് നന്നായിട്ട് സെറ്റായി വരുന്നവരെ കുക്ക് ചെയ്യുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ.